ബി.ജെ.പി സംബന്ധിച്ചിടത്തോളം സംഘടനാ ജില്ലകൾ 30 ആക്കിയതിൻ്റെ കാരണം എന്ന് പറയുന്നത് ജനങ്ങളിലേക്കുള്ള ഇറങ്ങിച്ചെല്ലാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഘടനാ സംവിധാനമാക്കുക എന്നുള്ളത് കൊണ്ടാണ് ബി.ജെ.പി 30 ജില്ലാ ജില്ലാ പ്രസിഡന്റുമാരെ കൊണ്ടുവരാനുള്ള കാരണം. അതോടുകൂടി എന്താ സംഭവിക്കുക, സാധാരണ നോർമലി എന്താ സംഭവിക്കുക എന്ന് പറയുന്നത്, ഓരോ ബി.ജെ.പി പ്രസിഡന്റ് വരുമ്പോഴും അതിൻ്റെ കൂടെ തന്നെ ആ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി വരികയും ജില്ലാ വൈസ് പ്രസിഡന്റുമാർ വരികയും അങ്ങനെ ഒരു വലിയ നിര ഓരോ ഏരിയ കേന്ദ്രീകരിച്ച് വരും. ഉദാഹരണം പറഞ്ഞാൽ 140 നിയോജക മണ്ഡലങ്ങളാണല്ലോ നമുക്ക് മൊത്തത്തിലുള്ളത്. കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. ഈ നിയമസഭാ മണ്ഡലങ്ങളിൽ ആവറേജ് നോക്കുകയാണെങ്കിൽ ഒരു 4 നിയമസഭാ മണ്ഡലത്തിന് ഒരു ബി.ജെ.പി ജില്ലാ പ്രസിഡന്റ് വന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യമായി എടുക്കേണ്ടത്. അപ്പോൾ ബി.ജെ.പിക്ക് എവിടെയാണോ സ്വാധീനം കുറവുള്ളത് ആ സ്ഥലങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലാൻ വേണ്ടി ഈ സംഘടനാ സംവിധാനം പാകമാക്കുക എന്നുള്ളതാണ് കേന്ദ്ര നേതൃത്വം ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്, ജില്ലാ നേതൃത്വത്തിന് വേണ്ടിയിട്ട് ആരെയൊക്കെ ജില്ലാ പ്രസിഡന്റുമാരാകണം, എങ്ങനെ ജില്ലാ പ്രസിഡന്റുമാരാകണം എന്നുള്ളത് ഇവർക്ക് ഇപ്പോൾ ഉള്ള ഔദ്യോഗിക പക്ഷത്തിനാണെങ്കിലും വിവിധ പക്ഷത്തിനാണെങ്കിലും ഒറ്റയ്ക്ക് തീരുമാനം പറ്റാതെ വന്നു. ഇപ്പോൾ കൃഷ്ണകുമാർ പക്ഷത്തിനാണെങ്കിലും എം.ടി. രമേശ് അടക്കമുള്ള ആൾക്കാരുടെ പക്ഷത്തിനാണെങ്കിലും സുരേന്ദ്രൻ മുരളീധരൻ പക്ഷത്തിനാണെങ്കിലും എല്ലാം ഒറ്റയ്ക്ക് തീരുമാനം പറ്റാത്തൊരവസ്ഥ ഇപ്പോഴത്തെ സംസ്ഥാന ബി.ജെ.പിയിലുണ്ട് എന്നുള്ളത്. എങ്കിലും ഞാൻ വിചാരിക്കുന്നത് കേരളത്തിലെ പ്രബലമായ വിഭാഗം എന്ന് പറയുന്നത് ബി.ജെ.പിയിലെ പക്ഷം എന്ന് പറയുന്നത് മുരളീധരൻ സുരേന്ദ്രൻ പക്ഷം തന്നെയാണ്.